ഹലോ, ഡെയിലി ഡോസ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കൻ കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സദ്യക്ക് മസ്റ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇഞ്ചിക്കറി. ഇത് പുളിയിഞ്ചിയല്ല, ഇഞ്ചിക്കറിയാണ്. അപ്പൊ നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിയുകയോ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കുകയോ ചെയ്യാം. ഇതൊരു 200 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കൊച്ചുള്ളിയാണ്. 20 കൊച്ചുള്ളിയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ 3 പച്ചമുളകും അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് പുളിയാണ്. അപ്പോൾ പിടിപുളിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചിയൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് അതിലെ വെള്ളം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം മാറ്റി വെക്കുന്നത്? ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇഞ്ചിയിൽ ഒരു കട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ കട്ട് അടിഞ്ഞ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ കണക്ക് ഇഞ്ചി പിഴിഞ്ഞ് അതിലെ വെള്ളം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ നമ്മൾ ഏത് പാനിലാണോ എടുക്കുന്നത് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇഞ്ചി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഉള്ളിയൊക്കെ പീസ്തയ്ക്ക് മൂപ്പിച്ചെടുക്കത്തില്ലേ, അപ്പൊ അതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ട് മാത്രമേ നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാ നമ്മള് ഇഞ്ചി ഇവിടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ട് വരും. അപ്പൊ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇഞ്ചി കോരി മാറ്റി വെക്കാം. ഞാനിവിടെ ഇഞ്ചി കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർക്കാണ്. കാരണം നേരത്തെ നമ്മൾ എടുത്തതിൽ വെളിച്ചെണ്ണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എണ്ണ ചേർത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. 3 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇഞ്ചി മൂപ്പിച്ചെടുത്തതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് പീസ്തയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലേയും കൂടെ കുറച്ചും കൂടെ നല്ലപോലെ മുരിഞ്ഞ് നമുക്ക് എടുക്കണം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പില ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത ഇഞ്ചിയും നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെയാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഞാൻ ചെറിയ ജാറിലേക്കാണ് എടുക്കുന്നത്, ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ എടുത്ത അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് അഡീഷണൽ ആയിട്ട് ഇപ്പൊ ചേർത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവില് എരിയുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ അളവില് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എണ്ണയ്ക്ക് ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ആ ഒരു പേസ്റ്റ് ആണ്. പേസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചേർക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെ നീരാണ്. അപ്പൊ ആ കട്ട് മിക്സ് ആവാതെ അത് അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നേർത്ത് നമ്മൾ ആ നീര് മാത്രം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ഈ വെള്ള കളറിൽ ഇരിക്കുന്നതാണ് ഇതിന്റെ കട്ട്, ഇത് നമ്മൾ കളയേണ്ടതാണ്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വരും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങി. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഇത് വറ്റി വെന്ത് വരണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു രുചി കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇഞ്ചിക്കറി വെക്കുമ്പോൾ അത് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്ത് നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതായത് ഞാൻ ഒന്ന് ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടി. എണ്ണ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കറക്റ്റായിട്ട് വരും. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് കണ്ടെയ്നേഴ്സിലാണ് വേണ്ടുന്നത് അതിലോട്ട് മാറ്റി വെക്കാം. പുറത്ത് തന്നെ നമുക്ക് കുറേ ദിവസം വെച്ചേക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഓണത്തിനൊക്കെ 1-2 ദിവസം മുന്നേ നമുക്കിത് തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ. നാടൻ നമ്മുടെ തെക്കൻ കേരളത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.